പണ്ട് നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എന്തായാലും ഞാൻ നേഴ്സിങ്ങിന് വന്നുപോയി, എൻ്റെ മക്കളെ എന്തായാലും നേഴ്സിങ്ങിന് വിടാൻ പോകുന്ന പരിപാടി ഉദിക്കുന്നില്ല എന്ന്. നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോകുമ്പോൾ നേഴ്സസിനെ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്ത് സുഖമായിട്ടുള്ള ജോലിയാണ്, ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുക, കുറച്ച് എന്തൊക്കെ എഴുതുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ടാണ് നേഴ്സിങ്ങിന് ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ, കുറേ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ വളരെ ടഫായിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ വിചാരിച്ചു ഏതായാലും നമ്മൾ ഇതിന് വന്നതുപോയി നമ്മുടെ മക്കളെ പഠിപ്പിച്ച് എന്തായാലും ഡോക്ടേഴ്സോ എൻജിനീയേഴ്സോ നേഴ്സിംഗ് അല്ലാത്ത എന്തെങ്കിലും പ്രൊഫഷനെ വിടുകയുള്ളൂ എന്നുള്ള തീരുമാനമായിരുന്നു അന്നൊക്കെ നമ്മൾ എടുത്തിരുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് വർക്ക് ലോഡ്, പിന്നെ ഡ്യൂട്ടി ഷിഫ്റ്റ്സ്. അതുമാത്രമല്ല സമൂഹത്തിൽ നമുക്കുണ്ടായിരുന്നൊരു വില വളരെ കുറവായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോൾ ഒരു മാരേജൊക്കെ ആലോചിക്കുമ്പോൾ പോലും നേഴ്സസിനെ വേണ്ട, വെറും ഡിഗ്രി ഉള്ളവരാ വേറൊരാളായാലും കുഴപ്പമില്ല, അവർക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രിക്കാരി എന്ന് പറയുന്ന അത്രയൊരു വില നേഴ്സിന് കിട്ടാറുണ്ടായിരുന്നില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനല്ല, വെറും ഇഞ്ചക്ഷൻ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന വെറും ഒരു തൊഴിലായിട്ട്, സാധാരണ ഏത് മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ടാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഇയേഴ്സോ അല്ലെങ്കിൽ 3.5 ഇയേഴ്സോ പഠിച്ച് നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ പാമ്പറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളുടെ തലയിൽ യാതൊരു മെഡിക്കൽ നോളജും ഇല്ല എന്നുള്ളൊരു വിചാരത്തിൽ അവരുടെ മക്കളെ കൊണ്ട് നേഴ്സസിനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് വളരെ പുച്ഛത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു കേട്ട് അനുഭവങ്ങളും ഉണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് നേഴ്സിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു ആവറേജ് സ്റ്റുഡൻസ്, വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളല്ല, അല്ലെങ്കിൽ പിന്നെ അതുപോലെ പാഷനായിട്ട് നേഴ്സിങ്ങിന് മാത്രമേ പോവുള്ളൂ എന്ന് വിചാരിക്കുന്ന കുട്ടികളായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ ഒരു ആവറേജൊക്കെ ആയിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളൊക്കെയാണ് നേഴ്സിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല നേഴ്സിംഗ് പഠിക്കാൻ അത്രയധികം പണച്ചിലവൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ കാലം മാറി മക്കളെ. കുവൈറ്റിലുള്ള എൻ്റെ അനേകം ഫ്രണ്ട്സിൻ്റെ മക്കളെ അവർ നേഴ്സിങ്ങിനാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ന്യൂജൻ കുട്ടികൾക്ക് അവർക്ക് യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ഈസിയസ്റ്റ് ഒരു വേ ആണ് നഴ്സിംഗ് പഠിക്കുക എന്നുള്ളത്. 4 ഇയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ പഠിച്ചാൽ പോലും അവർക്ക് ജോലി ഉറപ്പാണ്, നല്ല ശമ്പളമാണ്. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും UK അയർലൻഡിലോ എവിടെ പോയാൽ പോലും US പോയാൽ പോലും ഇത്രയും രജിസ്റ്റേർഡ് നേഴ്സിന് കിട്ടുന്ന ഒരു സാലറി വളരെ വലുതാണ്. അപ്പോൾ അതവരുടെ വലിയൊരു ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ജോലിയിലുള്ള കഷ്ടപ്പാടൊക്കെ അവർ തൃണവൽക്കരിച്ചുകൊണ്ട് അതൊന്നും അവർക്ക് വലിയ പ്രശ്നമില്ല. അവർ ബെഡ് സൈഡ് നേഴ്സിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതിനുശേഷം അവർ ഹയർ സ്റ്റഡി ചെയ്ത് അവർ PhD വരെ എടുത്തതിന് ശേഷം അവർക്ക് പല പോസ്റ്റിൽ അവർക്ക് ഇരിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ MSc നേഴ്സിങ്ങും പിന്നെ PhD ചെയ്താൽ പോലും ബെഡ് സൈഡ് നേഴ്സിംഗ് തീർച്ചയായിട്ടും അവർക്ക് ട്യൂട്ടറായിട്ട് BSc നേഴ്സസിന് പോകാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും കരിയർ ഗ്രോത്തിന് വളരെ കുറച്ച് ചാൻസ് നാട്ടിലുള്ളൂ. പക്ഷേ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് പഠിച്ച് നല്ല പൊസിഷനിൽ എത്താം എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ കുട്ടികൾ പോകുന്നത്. പിന്നെ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ കുട്ടികൾക്കൊരു ഉറപ്പായിട്ടുള്ളൊരു ജോലി കിട്ടാൻ ഏറ്റവും നല്ലത് നേഴ്സിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടെ വിചാരിച്ച് നമ്മൾക്ക് പിള്ളേരുടെ ഭാവി ഒന്ന് സെറ്റിലാക്കാം എന്ന് വിചാരിച്ചും കൂടിയാണ് നമ്മൾ നേഴ്സിങ്ങിന് വിടുന്നത്. ഒരു കാലത്ത് നമ്മൾക്ക് നേഴ്സിംഗ് അഡ്മിഷൻ ഒട്ടും ഡിമാൻഡ് ഉണ്ടായിരുന്നില്ലാത്തൊരു സമയമാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. 90% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പല കോളേജുകളിലും നല്ല കോളേജിൽ പഠിക്കണമെങ്കിൽ നല്ല മാർക്ക് വേണം. അപ്പോൾ നല്ല നമ്മൾ +2 നല്ല മാർക്ക് ഇല്ലാണ്ട് ഇപ്പോൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ വളരെ പാടാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഒരു 4 to 5 lakhs ഫിനിഷ് ചെയ്തിരുന്ന നേഴ്സിംഗ് കോഴ്സിന് ഇപ്പോൾ ഒരു 10 to 12 lakhs കൊടുക്കാണ്ട് നേഴ്സിംഗ് പഠിച്ചിറങ്ങാൻ പറ്റുകയില്ല. പിന്നെ അമേരിക്കയിൽ പോലും പോകണമെങ്കിൽ ഇപ്പോൾ H1B വിസ, അത് നേരത്തെ ഓപ്പൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ കുറേ നേഴ്സസ് അങ്ങനെ പോകുന്നുണ്ട്. H1B വിസ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ എഴുതി കഴിഞ്ഞ് നമുക്ക് NCLEX RN പാസ്സാവുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാം. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും വൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നേഴ്സിങ്ങിന് പോകാൻ ഇപ്പോൾ ആർക്കും ഒരു മടിയില്ല. ഒരു പേരൻസിനും മക്കളെ നേഴ്സിങ്ങിന് വിടാനും ഒരു മടിയില്ല. കാരണം ഇത്രയൊക്കെ ലോകം മുഴുവൻ തുറന്നു വെച്ചിരിക്കുന്ന നേഴ്സസിന് വേണ്ടി. ഒരു കാലത്ത് ഫിലിപ്പിനോസ് ആയിരുന്നു കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ലോകത്ത് നേഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു രാജ്യം ഫിലിപ്പൈൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ നേഴ്സസ് വരുന്ന ഇന്ത്യയിൽ നിന്ന് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
പിന്നെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാരേജിൻ്റെ സമയത്തൊക്കെ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലമാണെങ്കിൽ ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഡോക്ടേഴ്സ് ഒഴികെ, ഡോക്ടേഴ്സും ഉണ്ട് നഴ്സസിനെ മാരേജ് ചെയ്യുന്ന ആൾക്കാർ, പക്ഷേ എങ്കിൽ പോലും അവരുടെ ഈഗോയും അല്ലെങ്കിൽ പ്രൊഫഷണലി അവർക്കുള്ള ആ ഒരു സെറ്റപ്പും വളരെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലാതെ ഏത് പ്രൊഫഷനിലുള്ള ആളുകൾക്ക് നഴ്സസിനെ കല്യാണം കഴിക്കാനായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കാരണം മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഒരു 90% റീസൺ എന്ന് പറഞ്ഞാൽ അവർക്കും പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോവുക, ഇപ്പം ഗൾഫ് കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോട്ടോ US-ലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോകാനായിട്ട് നേഴ്സസിനെ കല്യാണം കഴിച്ചാൽ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ബുദ്ധിയുള്ള കുട്ടികൾ നേഴ്സസിനെ കല്യാണം കഴിക്കാൻ അവർ തയ്യാറാണ്. ഒരു കാലത്ത് എഞ്ചിനീയേഴ്സൊക്കെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അത്രയ്ക്കും ഹൈലി ക്വാളിഫൈഡ് പ്രൊഫഷൻ എന്ന് അവർ വിചാരിക്കുന്ന ആളുകളെ കല്യാണം കഴിക്കാനൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നേഴ്സസിനെ കല്യാണം കഴിക്കുന്ന മിക്കവാറും ആളുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ യൂറോപ്യൻ ലൈഫ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വെറും ഇഞ്ചക്ഷൻ കൊടുക്കുകയോ പാമ്പർ ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി ബാത്ത് തരികയൊക്കെ ചെയ്യുന്ന ജസ്റ്റ് ഒരു സാധാരണക്കാർക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഹൈലി സ്കിൽഡ് ആൻഡ് ക്വാളിഫൈഡ് പ്രൊഫഷൻ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ലോകത്തിനുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേഴ്സസ് ആയിട്ടുള്ള പേരൻസിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നേഴ്സിങ്ങിന് വിടുന്നതിന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമാണ്. അവർക്ക് ബെഡ് സൈഡ് നേഴ്സിംഗ് ചെയ്യണം എന്നില്ല എങ്കിൽ അവർക്ക് നേഴ്സിങ്ങിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ വരെ എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് വെസ്റ്റേൺ കൺട്രീസും അതുപോലെ തന്നെ ഏത് രാജ്യങ്ങളാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ഗൾഫ് കൺട്രീസിൽ അതിനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്, 0 എന്ന് തന്നെ പറയാം. പക്ഷേ മറ്റ് രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തെ ഒരു ട്രെൻഡിനേക്കാൾ വളരെ വളരെ കൂടുതലായി നേഴ്സസായി ഞങ്ങളുടെ മക്കളെയും നേഴ്സിങ്ങിനെ വിടുന്നതിനായിട്ട് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അപ്പോൾ എല്ലാ നേഴ്സസിനും ഒരു big salute and all the very best for our new student nurses.